ഇവിടെ കുട്ടികൾക്ക് സ്കൂൾ വെനസ്ഡേ ആണോ തുടങ്ങിയത്. അതുകൊണ്ട് വെക്കേഷൻ്റെ ഒരു മടി എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല. കുട്ടികളാണെങ്കിലും സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ, എങ്ങനെ ഡിമാൻഡ് ചെയ്യണേന്ന് ഓർത്തിട്ട് ഡിമാൻഡ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ തട്ടിക്കൂട്ട് കറിയായ ബീട്രൂട്ട് തോരനും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. തലേദിവസം തന്നെ ഞാൻ എല്ലാം അരിഞ്ഞു വയ്ക്കുന്നുണ്ടോ. ബീട്രൂട്ട് ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ടിനുള്ള തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളോർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ലേന്ന്? ഉണ്ട്, ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലത്തെ കടലക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി എനിക്ക് ഒഴിവായി കിട്ടിയ കാരണമാണ് ഇന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയത്. ഇല്ലെങ്കിൽ രാവിലെ ഈ നെട്ടോട്ടത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്യാമറയും കൊണ്ട് നടക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നത് കാണേണ്ടി വന്നത്. തേങ്ങ ചരണ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കൊരു കൂട്ടം കാണിച്ചു കേട്ടോ. ഈ തേങ്ങ ഉണ്ടോ, പണ്ട് തൊട്ട് എന്നോട് എല്ലാവരും പറയാറുണ്ട് തേങ്ങ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നല്ല ഭംഗിയായി ചിരണ്ടണം. ഞാൻ പലപ്പോഴും ട്രൈ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഓർത്തു തേങ്ങ ഫുള്ള് ചിരണ്ടി എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അല്ലാണ്ട് അതിൽ എന്താ കൊത്തുപണി മിനുക്കുപണി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഫുൾ ചിരണ്ടി എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അതൊന്നും മെനക്കെടാൻ നിന്നിട്ടില്ല. ആപ്പിളിന് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ നിറമൊക്കെ മാറുമല്ലോ. അത് അവോയ്ഡ് ചെയ്ത് കിട്ടാനായിട്ട് ഈ പഞ്ചസാര ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. ഇനി കുട്ടികളെ വിടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അവർ വാൻ നോക്കി നിൽക്കാൻ കേട്ടോ. കുഞ്ഞിൻ്റെ ബാഗ് ഉണ്ടോ, അവരുടെ സ്കൂളിൽ പ്രീ കെ ജി തൊട്ട് ഒരു 3rd ആണോ 4th വരെ സ്റ്റാൻഡേർഡിൽ ഈ ഒരു ബ്ലാക്ക് കളർ ബാഗ് മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ബാഗ്. അപ്പോൾ എല്ലാവർക്കും സെയിം ബാഗ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവർക്ക് പലരും പല കളർഫുൾ ബാഗ്സൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്കത് വേണമല്ലോ അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിഷമം തോന്നില്ല. അതുപോലെ നമ്മുടെ പാരൻസിൻ്റെ അടുത്തും വന്ന് പറയില്ലേ എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു നല്ല കാര്യമാണ്. എല്ലാവർക്കും ഒരേപോലത്തെ ബാഗ്, ആർക്കും ഒരു വിഷമമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. അങ്ങനെ കേട്ടോ, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഏകദേശ ജോലികളൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഞാനും റെഡിയായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ.